February 1, 2024 ഷിഫ്റ്റ് 1-ലെ 8th ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും AC എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. AC എന്ന ചാപ്റ്ററിൽ നിന്ന് ഒന്നിലധികം ചോദ്യങ്ങൾ ഈ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ. സോ ചോദ്യം ശ്രദ്ധിക്കുക. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് എ കപ്പാസിറ്റൻസ് ഓഫ് 200 പൈക്കോഫാരഡ് എന്നാണ്. It is connected to a 230 volt AC supply with an angular frequency of 300 radian per second. The RMS value of conduction current in the circuit and the displacement in the capacitor respectively. അപ്പോൾ ഒരു capacitor is connected to a circuit, ഒരു C-only circuit ആണ്. നിങ്ങൾക്കറിയാം കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും വയറിൽ കൂടെ വരുന്നത് കണ്ടക്ഷൻ കറണ്ടും കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ച് മൂലം ഉണ്ടാകുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടുമാണെന്ന് പഠിച്ചിട്ടുണ്ട്. രണ്ടിന്റെ വാല്യൂ ന്യൂമറിക്കലി സെയിം ആണ്, രണ്ടുപേരും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടിന്റെ പേരുടെയും വാല്യൂ ന്യൂമറിക്കലി എന്ത് തന്നെയാണ്, ഈക്വൽ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു കപ്പാസിറ്റർ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ കണക്റ്റഡ് ടു എൻ AC മെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് RMS വാല്യൂ ഓഫ് കറണ്ട് ആണ്. നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ കപ്പാസിറ്റൻസ് ആണല്ലോ. അപ്പോൾ കപ്പാസിറ്റീവ് സർക്യൂട്ട്സിൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന കപ്പാസിറ്റൻസ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, കറണ്ടിന് പിടിക്കാൻ V/XC എടുത്താൽ മതി. V/XC എന്ന് പറഞ്ഞാൽ 1/C ഒമേഗയാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് IRMS വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, V/C ഒമേഗ എന്ന് പറയും. അപ്പം കണക്റ്റഡ് ടു എൻ AC സപ്ലൈ എന്നാണ്. അപ്പോൾ അത് തന്നിട്ടുള്ളത് RMS വാല്യൂ ആണ് അല്ലേ. ഡയറക്ട്ലി തരുന്ന AC സപ്ലൈ കണക്ഷൻ എന്ന് പറഞ്ഞ് തരുന്ന വാല്യൂ എന്ത് വാല്യൂ ആണ്, ശരിക്കും RMS വാല്യൂ ആണ്. സോ ഇവിടെ 230 വോൾട്ട് തന്നിട്ടുണ്ട്. കപ്പാസിറ്റൻസ് 200 പൈക്കോഫാരഡ് എന്നാണ്, എന്ന് വെച്ചാൽ 10⁻⁻12 എന്ന് വരും. ഒമേഗ ഉള്ളത് 300 റേഡിയൻ എന്നുമുണ്ട്. സോ ഇവിടെ നോക്കുക, 1 2 3 4 5 0 5 0 എന്ന് പറയുമ്പോൾ 12 5 ആകുമ്പോൾ എത്ര പോവും, 10⁻⁻7 എന്ന് വരും അല്ലേ. 7 5 അല്ലേ 12, 10⁻⁻7 23 × 2 × 3 23 × 6 എന്ന് പറഞ്ഞാൽ 138 വരും. 138 × 10⁻⁷ എന്ന് വരും. നമുക്ക് മൈക്രോ ആംബിയറിന്റെ ടേംസിലാണ് ഓപ്ഷൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 13.8 മൈക്രോ ആംബിയർ എന്ന് എഴുതി. 13.8 മൈക്രോ ആംബിയർ തന്നെയല്ലേ രണ്ടിനും വരിക, കാരണം ബോത്ത് ആർ സെയിം വാല്യൂസ്, ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്നേ ഉള്ളൂ, രണ്ടുപേരുടെ വാല്യൂ സെയിം ആണ്. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. C-only സർക്യൂട്ട് ഫ്രം ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ചോദ്യം. താങ്ക് യു.